ഞാൻ കഴിഞ്ഞ ആഴ്ച കുറെ കാര്യങ്ങൾ സാക്ഷ്യം പറയാം. അപ്പൊ ഞാനത് അത് ഇങ്ങനെ പലപ്പോഴും പല ആളുകളുടെ ലൈഫില് ഞാൻ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും റീതിങ്ക് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ വീട്ടിലെ എന്റെ പേരൻസുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തില്ല. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മള് പല ആളുകളും പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ലോകപ്രകാരം ഭയങ്കര അച്ചീവ്മെന്റ് ആണെന്ന് തോന്നും. പക്ഷെ ഇപ്പം എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പല മക്കൾക്കും ഈ പേരൻസിനോട് ഒരു വല്ലാത്ത മനോഭാവമൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും. അപ്പൊ പേരൻസ് പക്ഷെ അവർക്ക് ഭയങ്കര അച്ചീവ്മെന്റ് നേടിയ പോലെയാണ് അവര്. ഞാനിതിങ്ങനെ ചിന്തിച്ചു അതെന്തുകൊണ്ടാണ് ഇപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിൽ അവര് ഭയങ്കര ഒരു നേട്ടം നേടിയെന്നായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളുടെ ലൈഫില് അവരുടെ മനസ്സിൽ നമ്മൾ പലരെ അങ്ങനെ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇങ്ങനെ? അപ്പൊ ആ സമയത്താ ശരിക്കും അവിടെ ക്രിസ്തുവിന്റെ ജീവനല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ അധ്വാനത്തിന് ആ അധ്വാനത്തിന്റെ ഒരു ഫുൾനെസ് വന്നേ. ഇപ്പൊ നമ്മൾ ഇന്ന് കേട്ട ആ സെൽഫ് റൈറ്റസ്നെസ് ദൈവവുമായിട്ട് ആ റൈറ്റ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കാതെ നമ്മൾ എന്തൊക്കെ നേടി എന്തൊക്കെ അച്ചീവ്മെന്റ് ഈ ലോകത്തില് വന്നു എന്ന് പറഞ്ഞാലും അതിന്റെ ആ ഒരു ഫലമില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പിള്ളേർ നമ്മൾ എത്ര പേരുടെ ലൈഫ് നമ്മൾ ഈ തെറ്റിപ്പോണ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ പേരൻസ് അതിന് വേണ്ടി കിടന്ന് പരിശ്രമിച്ച് അവരെ ഒരു സ്ഥാനത്ത് എത്തിച്ചു. അത് നമ്മൾ പുറമെ നോക്കുമ്പോൾ നമുക്ക് പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ലൈഫിലും അവരുടെ ഉള്ളത്തിലെ അപ്പനും അമ്മയെ കുറിച്ചുള്ള ചിന്തകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെ എക്സ്ട്രീമാണ്. അപ്പം എന്തുകൊണ്ടാ ആ ഒരു ഫലം ഇവർക്ക് കിട്ടാറ്? അത് ഈ ദൈവവുമായിട്ട് ആ ഒരു റൈറ്റ് സ്റ്റാൻഡിങ്ങില് നിന്ന് ദൈവത്തിന്റെ ജീവൻ ഒഴുകിയല്ല അത് ചെയ്തത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം അതിനകത്ത് വന്നില്ല. അപ്പൊ അതിങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് കാരണം പലപ്പോഴും നമുക്കും ഇത് ബാധകമുണ്ടായി. നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മളുടെ ഓരോ ശ്രമങ്ങളിൽ നിന്ന് നമ്മൾ പലതും അവരെ ആക്കി തീർക്കാനൊക്കെ ശ്രമിക്കുമ്പോ ഇവരുടെ ഇപ്പൊ അവരും മിണ്ടത്തില്ല. കഴിയുമ്പോ ഇനി എന്തൊക്കെയായിരുന്നത് അകത്ത് അതിനകത്ത്. പക്ഷെ അത് ദൈവം ഇങ്ങനെ തുറന്ന് മനസ്സിലാക്കി തരുമായിരുന്നു. അത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞാനിങ്ങനെ ദൈവം പലപ്പോഴും നമുക്ക് ഈ ഭൂമി ഒരു സമയമുണ്ട് പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച് പല പ്രയാസങ്ങളെയും കടന്നുപോയി അവിടെയൊക്കെ നമ്മൾ ദൈവം. പക്ഷെ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് ആ സന്തോഷവും സമാധാനവും ഇതൊക്കെ തരുമ്പോ നമ്മളുടെ ഒരു ഇതുണ്ട് ഈ ജീവിതം ഇങ്ങനെ അങ്ങ് ഇച്ചേർന്നോ. പക്ഷെ ദൈവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയില് നമുക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ട്. അത് ഓൺലി ഫോർ എ ലൈഫ് ടൈം. ഇവിടം വരെ ഉള്ളു. ഈ ഒരു ലൈഫ് പീരീഡ് തീരുന്നോളം വരെ ഉള്ളു അത്. അതെ ഇൻ കേസ് ഇനിയിപ്പോ അത് അദ്ദേഹത്തിന്റെ ഫുൾനെസ്സിൽ കിട്ടുന്നത്. പക്ഷെ അതിന്റെ അപ്പുറം ആ നിത്യമായ ഒരു ലൈഫ് അത് കർത്താവിനോടുകൂടെ മാത്രം. ആ ഒരു പെർസ്പെക്റ്റീവില് നീ പോയാൽ മതി. പലപ്പോഴും നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് വലിയ വഴക്കും പ്രശ്നമൊന്നും ഇല്ല. നമ്മൾ വലിയ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് നമ്മൾ ഓർത്ത് ഇത് പക്ഷെ ദൈവം എന്റെ അടുത്താണ് എന്റെ മോളെ ഈ ഒരു ബന്ധം ഇത് ഈ ഒരു ലൈഫ് ടൈമേ ഉള്ളൂ. ആ ഒരു ഈ ജീവിതം അവസാനിക്കുന്നോടെ വരെ ഉള്ളല്ലോ. പക്ഷെ അതിന്റെ അപ്പുറം നമ്മള് ക്രിസ്തുവിന്റെ ബ്രൈഡ് ആ ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ഇതാണ് ഫോർ എവർ. ആ ഒരു കാര്യം അതിന്റെ ഒരു പെർസ്പെക്റ്റീവില് ജീവിക്കാനായിട്ട്. അപ്പം ദൈവം അത് ഒന്നും കൂടെ മറ്റൊന്ന് നമുക്കൊരു ഇച്ചിരി കംഫർട്ട് സോണായി നമ്മളങ്ങ് പക്ഷെ നമ്മുടെ കണ്ണവിടെ തന്നെ വെക്കാനും ആ ഒരു ഇത് ദൈവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം അത് ദൈവം ഇങ്ങനെ സഭയിലെ പല ശുശ്രൂഷകൾ തരുന്നത് ആ ഒരു ഭാഗമാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ. And he himself gave some to be apostles, some Ephesians 4:11. And he himself gave some to be apostles, some prophets, some evangelists, and some pastors and teachers, for the equipping of the saints, for the work of the ministry, for the edifying of the whole body of Christ, till we all come to the unity of faith and the knowledge of the Son of God, to a perfect man, to the measure of the
stature of the fullness of Christ, that we should no longer be children tossed to and fro and carried away with every wind of doctrine by the trickery of men in the cunning craftiness of deceitful clothing, but speaking the truth in love may grow up in all things into him who is the head, Christ, from whom the whole body joined and knit together by what every joint supplies according to the effective working by which every part does its share, causes growth of the body for the edifying of itself in love. അപ്പൊ ഇതിനകത്ത് ശരിക്കും ദൈവം സഭയിൽ നമ്മളെ ആക്കി വെച്ചേക്കുന്ന ആ ഒരു കാര്യം അത് ആ സഭയിൽ കൂടെ ദൈവം തരുന്ന ആ ഒരു will be all come to the unity of faith and of the knowledge of the Son of God, to a perfect man, to the measure of the stature of the fullness of Christ. അത് ആ ഒരു യേശു ക്രിസ്തുവിന്റെ ആ ഒരു ഫുൾനെസ് ഉണ്ട്. അത് ആ അളവില് നമുക്ക് ലഭിക്കാനായിട്ട്. അപ്പം അത് എല്ലാവർക്കും ആ യൂണിറ്റി ഓഫ് ഫെയ്ത്തും ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിന്റെ ആ ഒരു യൂണിറ്റി, ആ ക്രിസ്തുവിന്റെ ആ ഒരു ഫുൾനെസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡില് വരുന്നവരെയും അതിനു വേണ്ടിയിട്ടാണ് ഈ ദൈവസഭയിൽ ദൈവം പല പല കാര്യങ്ങള് പല ശുശ്രൂഷകളും നമുക്ക് തരുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ഈ ഭൂമിയിലെ ലൈഫില് അത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മള് എല്ലാവരും ആ ക്രിസ്തുവിന്റെ ആ ഒരു മെഷർ, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവന്റെ ആ ഒരു ഫുൾനെസിന്റെ ആ ഒരു നിറവിലേക്ക് നമ്മൾ വരിക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ലൈഫിൽ നമ്മളെ കടത്തിവിടുന്ന എല്ലാ സംഭവങ്ങളും. അപ്പൊ അതിന് വേണ്ട ടീച്ചിങ്ങും അതിന് വേണ്ട ശുശ്രൂഷകളും എല്ലാം ദൈവം നമുക്ക് ദൈവത്തിന്റെ സഭയിൽ തരും. അപ്പൊ നമ്മള് ഓരോരുത്തരും ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആ ഒരു ഫുൾനെസ്, ക്രിസ്തുവിലുള്ള ആ ഒരു ഫുൾനെസ്. കാരണം ഈ ഭൂമിയില് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആ ഫുൾനെസ്സിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിന്റെ അപ്പുറം നടക്കുമ്പോൾ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതിന്റെ ഒരു ലിമിറ്റ്സ് ഒന്നും ഇപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ അനുഭവിക്കുന്നതിന്റെ ഒരു മാക്സിമം ഉണ്ട്. എന്നാൽ പോലും ക്രിസ്തുവിലുള്ള ആ ഫുൾനെസ് ഈ എർത്തില് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ ആ മാക്സിമം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ദൈവം നമ്മളെ അതിനുള്ള എല്ലാം ദൈവത്തിന്റെ സഭയിൽ തന്ന് ഇവിടെ ആക്കി വെച്ചേക്കും. നമ്മള് പലപ്പോഴും നമുക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബാക്കി പല പല കാര്യങ്ങളില് അല്ലെങ്കിൽ ചെറിയ ഒരു ഗെയിംസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. പക്ഷെ ആ ക്രിസ്തുവിലേക്ക് നോക്കി ആ ക്രിസ്തുവിന്റെ ആ ഒരു ഫുൾനെസ് പ്രാപിച്ച് അതിനുവേണ്ടി നമ്മൾ എത്തിപ്പിടിക്കുന്നവരായിട്ട് ആ ഒരു കാര്യം ഞാനും ഒക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചർച്ചില് തരുന്ന ടീച്ചിങ്സ് ഒക്കെ ഭയങ്കര ഡെപ്തിലാണ്, ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇതാ പോണെ. പക്ഷെ ആ ദൈവം എത്രമാത്രം നമ്മളെ അതിനകത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. കാരണം ഓരോ ബൈബിൾ സ്റ്റഡി, ഓരോ ലേഡീസ് മീറ്റിംഗും, ഈവൻ അതിന്റെ ഓരോ പാട്ടുകൾ പോലും നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരിക്കും ഈ നാളുകളിൽ. അത്രമാത്രം ദൈവം ഇങ്ങനെ നമ്മളോട് ചേർന്ന് നടക്കുന്ന ആ ഒരു അനുഭവം, അതിനിടയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിച്ച് ദൈവത്തിന്റെ ആ പദ്ധതികള് നമുക്ക് കാണിച്ചു തരണം, നമ്മളെ അതിലേക്ക് നടത്തുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സകല മക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടെ ദിവസത്തിലേക്ക് കടന്നു വരുന്നത് ഞാനിങ്ങനെ എപ്പോഴും വെളിച്ചമാകണമെന്ന് വിചാരിക്കുകയാണ്. സൗരഭ്യവാസനയാണ് അത്. ഞാൻ ഒരിക്കലും ക്ലിക്കായിട്ടില്ല. പണ്ടല്ല പോയിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചെന്ന് പറഞ്ഞ അതൊരു നല്ല ഇതല്ലേ. നമുക്ക് അതൊന്നും ശ്രമിക്കാം. സൗരഭ്യവാസനയായി പല പാനീയ യാഗമായി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലും ഒന്നും ഇതാണ് തോന്നുന്നത്. എല്ലാവർക്കും ഒരു സൗരഭ്യ അതിലെ ചിലരൊക്കെ
പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. മറ്റുള്ളവർ നമ്മളെ കാണാൻ ശ്രമിക്കുക, ആഗ്രഹിക്കണം, ശ്രമിക്കല്ല, കാണാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു സൗരഭ്യവാസനയായിട്ടില്ലെങ്കിൽ അത് ആക്കാൻ നമ്മുടെ മനസ്സുമോ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ സുന്ദ പറഞ്ഞ നീതി അത് ചൂരച്ചെടിയുടെ അടിയിൽ ഇരിക്കുന്ന പോലെയാണ്. നന്മ വരുമ്പോ അത് അങ്ങനെ ഒരു വചനമുണ്ട്. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലെ നിവാസികളില്ലാത്ത ഊർ നിൽക്കും പാട്ട്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നീതിയെ പറ്റി പറഞ്ഞാല് ആ മനസ്സിലാക്കുന്നതിന് മാത്രമേ ഒരു സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടി ഒത്തിരി ആ നീതി കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഇതിൽ വന്നു കഴിഞ്ഞപ്പോ ആണ് ശരിക്കും പറഞ്ഞ സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഏതിനെയും അതിജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് വന്നത് വരും. കഷ്ടിഷ്ടം പോലെ വരും. പക്ഷെ അവിടെ നമുക്ക് ജ്ഞാനത്തോടെ നിൽക്കാൻ പറ്റിയത് ആ നീതി അറിഞ്ഞാല്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ശ്രമിക്കുക ആ ഒരു ഓരോ വിഷയങ്ങൾ വരുമ്പോ ചിലപ്പോൾ ചെറിയതായിരിക്കും, അത് നമ്മളെ അഫക്ട് ചെയ്യാറുണ്ട്. ചെറിയ നമ്മുടെ ആരാണ്ടോട് ഒരാളോട് പറഞ്ഞപ്പോ ഏലിയാവിനോടാണ് ഇസബേല് പറഞ്ഞപ്പോ ഓടിപ്പോയവരാണോ പറയുന്നു. ഏലിയാവിന് അങ്ങനെ ചെയ്തത് അവിടെ അവസ്ഥയല്ല. പക്ഷെ അവിടെയൊക്കെ ആ നീതി അറിഞ്ഞാല് ഞാൻ പലപ്പോഴും ആ നീതി അറിയുമ്പോൾ ആ നീതിയിൽ ഞാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരിലുള്ള മാറ്റം കാണുന്നുണ്ട്. ആ സിറ്റുവേഷൻ പെട്ടെന്ന് മാറുന്നതും അപ്പോഴെനിക്ക് അത് നീതിയിലല്ല ഞാനൊന്നും അറിയാം. സിറ്റുവേഷൻ അവിടെ ചെയ്തത് ഞാൻ കഴിവതും ദൈവത്തിൽ പെട്ടെന്ന് തന്നെ ഞാനങ്ങ് താഴും. അന്ന് എനിക്ക് പലതും അനുഭവം ഉള്ളതുകൊണ്ട് കൂടുതൽ കഷ്ടത്തിലേക്ക് പോകാതെ ഞാൻ വന്നതല്ല. 3 ദിവസം ഞാൻ കിടപ്പായി പോയി. ഇതുപോലെ ഒരാളെന്നെ ഒരു കുറ്റം പറഞ്ഞതാ. 3 ദിവസം ഞാൻ കിടന്നത്. അങ്ങനെ ഇനി കിടക്കത്തില്ലെന്ന് കണ്ട് ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ദൈവത്തിന് ഞാൻ നന്ദി പറയാം. ഇതിനൊന്നും ഒരർഹതയില്ലായിരുന്നു. ഇതൊക്കെ അറിയാൻ, ഈ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം കിട്ടാൻ യാതൊരു അർഹതയില്ല. നമ്മളെ അർഹതയുള്ളവരാക്കി തിന്നു തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു ശക്തരായ നമ്മളെ അശക്തരായവരെ താങ്ങണം. ഞാനിങ്ങനെ ഈയിടെ കുറെ നാളായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ചോദിച്ചു, എനിക്ക് പോകാനുള്ള ഒരു ആരും തന്നെ മനസ്സിലായി. ഒരു ദിവസം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ ചെക്കന്ന് ചാടി ഒരു ജീവൻ പ്രാപിച്ചെങ്കിൽ അശക്തരായവരൊന്ന് കരുതണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രത്യാശയൊക്കെ നമ്മളെ വരുത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാം. വേറെ ഇന്നലെ അടുത്ത ഒരു വചനം ഞാനിപ്പോ ക്രൂശിൽ എന്താ അല്ലെങ്കിൽ യേശുക്രിസ്തു എന്താ ചെയ്തത് അത് അവിടെ അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയത് ഒരു നിരപ്പിച്ച ഒരു കാര്യമാണ്. അവൻ ക്രൂശിൽ ചെരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളെ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്തെ നിരൂപിച്ചു. അപ്പൊ ഇവിടെ ഒരു നടന്ന ഒരു ക്രിസ്തുവിലൂടെ നമ്മളെ അനുരഞ്ജന നടത്തുവായിരുന്നു. അതായത് പിതാവുമായിട്ട് ആദ്യം ആ പർദീസയിൽ നടന്ന ആ സെപ്പറേഷൻ നമ്മളെ പിതാവുമായിട്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മളെ മറ്റുള്ളവരുമായിട്ടൊപ്പം നിരപ്പിക്കുക. പക്ഷെ ആ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നിരപ്പിച്ച കാര്യങ്ങളെ ഒരു വിശ്വാസത്തിന് ഓർമ്മയില്ല. അവനെ പിതാവുമായിട്ടുള്ള ആ നിരപ്പിനെ പറ്റിയുള്ള ഒരു കാര്യമേ ഉള്ളൂ. മറ്റുള്ളവർ ഇന്നിപ്പോ സുന്ദര പറഞ്ഞ ജഡ്ജ്മെന്റ് ഒക്കെ അപ്പോഴാ ജഡ്ജ് ചെയ്യാനൊക്കെയുള്ള നമ്മുടെ ഇത് മറ്റുള്ളവരോട് നമ്മളെ നിരപ്പിച്ചു. അങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ആ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കഴിവൊന്നും വരയ്ക്കാൻ പോകത്തില്ല, പറയാൻ പോകത്തില്ല. എങ്ങനെ സ്നേഹത്തിൽ പോകാനായിട്ട് നോക്കും. കാരണം
അത് പൂർണ്ണമാണെങ്കിൽ, പിതാവുമായിട്ടുള്ള നിരപ്പ് പൂർണ്ണമാണെങ്കിൽ ബാക്കി മറ്റേ നിരപ്പ് കൂടെ അവിടെ ശരിയായെങ്കിൽ മാത്രമേ അത് ആ നിരപ്പ് പൂർണ്ണമാകുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മളിൽ പൂർത്തിയാകുന്നില്ല. അപ്പൊ നമ്മൾ ആ പറയുന്നുണ്ട്, ആ ക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം കണക്ക് ശിക്ഷാവിധിയില്ല, ക്രിസ്തുവിലായവർക്ക് ശിക്ഷാവിധി ഇല്ലെന്നും നമുക്കെതിരെ ഒരു തടസ്സമായിട്ട് നിന്നതാണ് ആ ക്രൂശിലൂടെ ദൈവം ചെയ്തെടുത്തത്. അതുപോലെ തന്നെ വിശ്വാസിയുടെ പാപത്തിന്റെ ആ വില, അതുകൊണ്ടല്ലോ പാപം അറിയാത്തവനെ പാപമാക്കി അവനെ ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന് ആ പാപത്തെ എല്ലാം ദൈവം ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ ദൈവവുമായിട്ടുള്ള സകല തടസ്സങ്ങളും അവിടെ നീക്കി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ. അത് പലപ്പോഴും മനുഷ്യന് ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് ഈ നമ്മുടെ ആ പാപം ഇങ്ങനെ കിടക്കുക. ആ ദൈവത്തിന്റെ നീതി അറിയുന്ന സമയത്താണ് നമുക്ക് ആ സമാധാനം വരുത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ചിന്തയാണ്, കാരണം ദൈവത്തിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാമല്ലോ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ നിൽക്കുന്നവനാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ നീതി മനസ്സിലാക്കുന്നതിന് മാത്രമേ, അതുകൊണ്ടാണ് എല്ലാവരും കഷ്ടപ്പെടുക പ്രാർത്ഥിക്കാനൊക്കെ. പക്ഷെ നമുക്ക് ആ നീതി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന പോലും ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ആ ഹൃദയം പകരുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ ആ നിരപ്പ് കൊണ്ട് നമുക്ക് ഇനി ദൈവത്തിൽ നിന്നൊരു ഇത് നമുക്ക് സംഭവിക്കുന്നില്ല. പക്ഷെ ഇനിയും നമുക്കുള്ളൊരു ജോലി, ഈ നിരപ്പിന്റെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് പോകും. മറ്റുള്ളവർക്ക് അതിനാണ് പൗലോസൊക്കെ ചെയ്തത്, ആ നിരപ്പിന്റെ ശുശ്രൂഷ. പക്ഷെ എത്ര പേര് നമുക്കത് നമ്മൾ ചെയ്യുന്നുണ്ടോ നിരപ്പിന്റെ ശുശ്രൂഷ? ദൈവമായിട്ട് അത് നമ്മൾ നോക്കുക. നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. സൗരഭ്യവാസനയായി തീരില്ല, ദൈവത്തിന്റെ നീതിയായി തീരുക. ഇതൊക്കെ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത്. പിന്നെ നമ്മൾ ചവ്വാകണോ? സഹായിക്കട്ടെ. നമ്മളെ നന്ദി പറഞ്ഞു.